ദൈവനാമം മഹത്വപ്പെടട്ടെ. സുവിശേഷത്തിന് വേണ്ടി പോരാടിയ ധീര മിഷണറിയാണ് പൗലോസ്ലീഹ. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ പെട്ട ആൾ അല്ലായിരുന്നു. എന്നിട്ടും സുവിശേഷ പ്രയത്നത്തിൽ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ആദ്യം ക്രൂശിന്റെ ശത്രുവായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു വിളിക്കുകയാണ്. യേശുവിൻ്റെ വിളി കേട്ട നാൾ മുതൽ ശൗൽ എന്ന പൗലോസ് ക്രൂശിന്റെ പടയാളിയായി തീരുകയാണ്. സുവിശേഷ വേലയിൽ ഇത്രത്തോളം അധ്വാനിച്ച മറ്റാരും കാണില്ല. പൗലോസ്ലീഹ തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലയോ എന്നൊക്കെ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ താൻ ഒട്ടും കുറവുള്ളവനല്ല എന്ന് പൗലോസ്ലീഹ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒട്ടേറെ അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു. ഒരുപാട് മിഷണറി യാത്രകൾ നടത്തി. മതവിദ്വേഷികൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്നൊക്കെ ജീവിച്ചെഴുന്നേറ്റു. 3 പ്രാവശ്യം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗൃഹത്തിൽ വെച്ച് പോലും വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. എബ്രായ ലേഖനം കൂടാതെ 13 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇന്ന് ലഭ്യമാണ്. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പൗലോസിനെ ശിരച്ഛേദം ചെയ്തുവെന്നും രക്തസാക്ഷി മരണം വരിച്ചുവെന്നും ചരിത്രം. ക്രിസ്തുവിൻ്റെ വിളി കേട്ട നാൾ മുതൽ സുവിശേഷത്തിനു വേണ്ടി പടപൊരുതി ജീവൻ ഹോമിച്ച സ്ലീഹ നമ്മോട് പറയുന്നുണ്ട്, നാമും വിളിക്കപ്പെട്ടവരാണെന്നും സുവിശേഷപരമായ ദൗത്യം നമുക്കുണ്ടെന്നും ആ സുവിശേഷപരമായ ദൗത്യം നിർവഹിക്കണമെന്നും ഒക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.